കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ കൂടെ നിന്ന് പാർട്ട്ണർ മിസ്റ്റർ മായയാണ്. ജിനുവാണെന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങളുടെ കൂടെ ചങ്ങനാശ്ശേരിയിലോട്ടാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ ഇറങ്ങി സമയമൊക്കെ എടുത്ത് മെല്ലെ പാട്ടൊക്കെ കേട്ട് വൈബ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരു 12:30 ആയിട്ടേ ഉള്ളൂ മുഹൂർത്തം. അപ്പോൾ ആവശ്യം പോലെ സമയമുണ്ട്. ഞങ്ങൾ പക്ഷേ ഓൺ ടൈം തന്നെ ചങ്ങനാശ്ശേരി എത്തിയിട്ടോ. എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു വെളിയിൽ. അപ്പോൾ നമ്മൾ ഓടിപ്പോയി വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. ഞാനൊരു വാട്ടർമെലോൺ ജ്യൂസ് എടുത്ത് കുടിച്ച് നൈസായിരുന്നു. അപ്പോൾ ഇതാണ് ബ്രൈഡും ഗ്രൂമും. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിനുള്ളിലോട്ട് കയറി. എല്ലാവരും വന്നൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഓൺ ടൈം എത്തുന്ന ആൾക്കാരാണല്ലോ. എൻ്റെ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ലായിരുന്നു. എല്ലാവരും ഞങ്ങൾ തിരഞ്ഞു, ആരും അവിടെ എത്തിയിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കണ്ടുമുട്ടി. എന്നിട്ട് അവരുടെ കൂടെ പോയിരുന്ന് നല്ല ബാക്കിൽ നമ്മൾ ഇരുന്നത്. അതുകൊണ്ട് തന്നെ LED വോളിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചടങ്ങുകളെല്ലാം കണ്ടത്. ബ്രൈഡും ഗ്രൂമും എല്ലാം എത്തി അവിടെ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന പിന്നെ പകുതിയും ഫംഗ്ഷൻ നമ്മൾ മിസ്സാവും. കഥ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരിക്കുമല്ലോ. അങ്ങനെ LED വോളിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ അതിഗംഭീരമായി താലികെട്ടൊക്കെ കണ്ടു. ഇനിയിപ്പോൾ എന്താ, സദ്യ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. ഇതാണ് ദിവ്യ. ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരുടെ പേര് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത് അഖിലും ദിവ്യ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളവരുന്ന എൻ്റെ സ്കൂൾ മേറ്റ്സ് ആട്ടോ. ഇതിലെൻ്റെ സ്കൂൾ മേറ്റ്സ് ഉണ്ട്, കോളേജ് മേറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് മെല്ലെ പരിചയപ്പെടാം. ഇപ്പം എന്താ, സദ്യ അങ്ങോട്ട് കഴിക്കുക. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നേരെ എന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പ് ഫോട്ടോ മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിൽ ആ ഒരു കുർത്തയും മുണ്ടിട്ട് നിൽക്കുന്നതാണ് വിഷ്ണുവിൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു ഇന്ന്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല, തിരിച്ചു പോകണം. അതിനു മുമ്പ് കുറച്ച് നേരം നമുക്ക് കത്തിയൊക്കെ അടിക്കാമല്ലോ. വല്ലപ്പോഴുമാണല്ലോ എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യുന്നത്. വിഷ്ണു എൻ്റെ കൂടെ സ്കൂളിലും ഒപ്പം ഉണ്ടായിരുന്നു, അതുപോലെ കോളേജിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടായത്. ഇവരെല്ലാം ഞാൻ ഇടയ്ക്കെങ്കിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് പോലും കാണാതെ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു വ്യക്തിനെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടു. അങ്ങനെ അവളുടെ അടുത്ത് കുറച്ച് നേരം ഞാൻ പിടിച്ചിരുത്തി കഥ പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ. ഇതാണ് നമ്മുടെ പാർക്കുട്ടി. പാർവതിനെ ഒരുപാട് നാളിനെ ഇഷ്ടമായിട്ട് ഞാൻ കാണുന്നത്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.